കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമാധാനത്തെക്കുറിച്ചുള്ള ചിന്തകളുമായി ലയോ 14 പാപ്പായുടെ പുസ്തകം വരുന്നു. സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വിശുദ്ധ ബെനഡിക്റ്റിന്റെ കബറിടത്തിങ്കൽ ലയോ പാപ്പ. സിറിയയിലെ സേവനം ഫ്രാൻസിസ്കൻ സന്യാസിനികൾ അവസാനിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനം മുംബൈയിൽ. വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് ആദ്യം സാക്ഷിയായ ഫാദർ തോമസ് പതിക്കലിന്റെ സംസ്കാരം നടന്നു. വാർത്തകൾ വിശദമായി. ലയോ 14 പാപ്പായുടെ പുതിയ പുസ്തകം വരുന്നു. 2025 മെയ് 8 പാപ്പയായി സ്ഥാനമേറ്റതു മുതൽ ഇതുവരെ സമാധാനത്തെക്കുറിച്ച് പാപ്പ പറഞ്ഞ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുസ്തകം. ഡിസാംഡ് ആൻഡ് ഡിസാമിംഗ് പീസ് ഇസ് എ ഗിഫ്റ്റ് എന്നാണ് പേര്. ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലസാൻഡെ ബനഫി ആണ്. വത്തിക്കാനിലെ പുസ്തക പ്രസിദ്ധീകരണശാല പുറത്തിറക്കുന്ന ഗ്രന്ഥം വിവിധ ഭാഷകളിൽ ലഭ്യമാകും. സമാധാനവുമായി ബന്ധപ്പെട്ട് പാപ്പയുടെ ആമുഖ സന്ദേശവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റലിയിലെ കാസിനോയിലെ മോണ്ട കാസിനോയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ബെനഡിക്റ്റിന്റെ കബറിടത്തിലെത്തി ലയോ 14 പാപ്പ ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. അക്രമവും സംഘർഷവും നിലനിൽക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു പാപ്പ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം തേടിയെത്തിയത് എന്ന് ഇതിനോടനുബന്ധിച്ചുള്ള പത്രക്കുറിപ്പ് പറയുന്നു. കാസിൽ ഗോണ്ടോൽഫയിൽ വേനൽക്കാല വിശ്രമത്തിനു വേണ്ടി എത്തിയ വേളയിലാണ് പാപ്പ മോണ്ടെ കാസിനോ സന്ദർശിച്ചത്. ജൂലൈ 27 പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. ഫ്രാൻസിസ്കൻ മിഷണറി ഓഫ് മേരി സന്യാസിനി സമൂഹം സിറിയയിലെ സേവനം അവസാനിപ്പിച്ചു. 100-ലധികം വർഷമായി സിറിയ കേന്ദ്രമായി സേവനം ചെയ്തു വരികയായിരുന്നു ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ്. രാഷ്ട്രീയപരവും സുരക്ഷാപരവുമായ കാരണങ്ങൾക്ക് പുറമെ സന്യാസിനികളുടെ കുറവാണ് സേവനം അവസാനിപ്പിക്കാനുള്ള പ്രധാന കാരണമെന്ന് സഭാ നേതൃത്വം അറിയിച്ചു. വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലായിരുന്നു ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ദേശീയ സമ്മേളനം മുംബൈയിൽ ഓഗസ്റ്റ് 1-2 തീയതികളിൽ നടക്കും. ഇന്ത്യയിലെ എല്ലാ സീറോ മലബാർ രൂപതകളിലും നിന്നുള്ള സമുദായ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. സമുദായ ശാക്തീകരണം രാഷ്ട്ര പുരോഗതിക്ക് എന്നതാണ് വിഷയം. കല്യാണ അതിരൂപതയാണ് ഇതിന്റെ ആതിഥേയത്വം വഹിക്കുന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായി വത്തിക്കാൻ അംഗീകരിച്ച വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ പ്രഥമ സാക്ഷിയായിരുന്ന അന്തരിച്ച ഫാദർ തോമസ് പതിക്കലിന്റെ സംസ്കാര ശുശ്രൂഷകൾ നടന്നു. കരുവഞ്ചാൽ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു ഫാദർ തോമസിന്റെ അന്ത്യം. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് വിളക്കന്നൂർ ദേവാലയ സെമിത്തേരിയിൽ ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്നത്. ഫാദർ തോമസ് പതിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിലായിരുന്നു ഈശോയുടെ തിരുമുഖം ദിവ്യകാരുണ്യത്തിൽ പതിഞ്ഞത്. 2013 നവംബർ 15 ഈ അത്ഭുതം നടന്നത്. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനി അടുത്ത ചൊവ്വാഴ്ച കണ്ടുമുട്ടാം. നന്ദി.